നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മനോരമ പത്രത്തിൽ ഇന്ന് വന്ന ഒരു വാർത്തയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഹിൻഡൻബർഗിനെ ആർക്കാണ് പേടി എന്നാണ് ആ തലവാചകം തന്നെ. അതിൻ്റെ താഴെയായിട്ട് ഹിൻഡൻബർഗിൻ്റെ തന്ത്രത്തിന് മുഖവില നൽകാതെ ഇന്ത്യൻ വിപണി. അപ്പോൾ ഹിൻഡൻബർഗ് രണ്ടാമത് കൊണ്ടുവന്ന ആ റിപ്പോർട്ട് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി എന്ന് മാത്രമല്ല, മനോരമയടക്കമുള്ള കുത്തിത്തിരിപ്പ് മാധ്യമങ്ങളുടെ തന്ത്രവും പൊളിഞ്ഞുപോയി. അതുകൊണ്ടാണ് മനോരമയ്ക്ക് തന്നെ ഇങ്ങനെ വാർത്ത കൊടുക്കേണ്ടി വന്നത്. ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞ അമേരിക്കൻ സ്ഥാപനം, ഏതാണ്ട് 9 സ്റ്റാഫുകൾ മാത്രമുള്ള ഒരു സ്ഥാപനം പടച്ചുവിട്ട ആ റിപ്പോർട്ടിന്മേൽ ഇവർ കൗണ്ടർ പോയിൻ്റ് വരെ നടത്തിയവരാണ് മനോരമ പോലുള്ള മാധ്യമങ്ങൾ എന്നോർക്ക്. എത്ര മണിക്കൂർ അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. തുടരെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പരമാവധി നോക്കി ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ തകർക്കാനും തകർന്ന് താഴേക്ക് വരുത്താനും നോക്കിയിട്ട് അത് ചീറ്റിപ്പോയി എന്ന് കണ്ടപ്പോൾ മനോരമ തന്നെ കൊണ്ടുവന്നതാണ് ഹിൻഡൻബർഗിനെ ആർക്കാണ് പേടി. ഇവിടുത്തെ ജനങ്ങൾ അതിനെ മുഖവിലക്കെടുക്കാതെ തള്ളിക്കളഞ്ഞു. അതായത് മുമ്പൊക്കെ ചില മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചില സ്ഥാപനങ്ങളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ചില നരേറ്റീവ്, ചില പ്രോപ്പഗണ്ടകളൊക്കെ വിജയിപ്പിച്ചെടുക്കാൻ അവർക്ക് പറ്റുമായിരുന്നു. ഇപ്പോൾ അത് പറ്റുന്നില്ല. അതിൻ്റെ ശരിക്കുള്ള ഇച്ഛാഭംഗം അവർക്കുണ്ട്. ഇനി ഹിൻഡൻബർഗ് എന്നൊരു അമേരിക്കൻ സ്ഥാപനം ഇതുപോലെ ഒരു റിപ്പോർട്ട് പടച്ചുവിടുന്നു. ഇനി അത് സത്യമാണ് എന്ന് തന്നെ ഇരിക്കട്ടെ, ഇന്ത്യ മഹാരാജ്യത്തിന് ഗുണമുണ്ടാവാൻ വേണ്ടിയിട്ട് അമേരിക്കയിലുള്ള ഒരു സ്ഥാപനം എന്തെങ്കിലും റിപ്പോർട്ട് പടച്ചുവിടും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതാണ് കാതലായിട്ടുള്ള ഒരു ചോദ്യം. നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ അമേരിക്കക്കാർ? ഒരിക്കലുമല്ല. ലോകത്ത് ചൈനയെ വിശ്വസിച്ചാൽ പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യമുണ്ടെങ്കിൽ അത് അമേരിക്കയാണ്. ചരിത്രം അതാണ് നമ്മുടെ മുന്നിൽ തെളിവായിട്ട് കാണിക്കുന്നത്. ചൈന ചെയ്യുന്നതും പറയുന്നതും നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്, നമുക്കത് കാണാം. പക്ഷേ അമേരിക്ക പോലെ പുറകെ നിന്ന് കുത്തുന്ന പണി ചൈന ചെയ്യത്തില്ല. ഇനി ചൈനയെ തന്നെ എടുക്കുക. ചൈനയെപ്പറ്റി ഇതുപോലെ ഒരു ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ചൈനയിലെ ഒരു വ്യവസായ പ്രമുഖനെ എതിരെ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെതിരെ, അവിടുത്തെ പത്രങ്ങൾ പോലും അത് മുഖവിലക്കെടുക്കില്ല. ഇവിടുത്തെ കണക്ക് മനോരമ പോലെയോ കൈരളി പോലെയോ മീഡിയ വൺ പോലെയുള്ള കുത്തിത്തിരിപ്പ് മാധ്യമങ്ങൾ അവിടെ ഇല്ല. അവരത് ആദ്യം തന്നെ തിരസ്കരിക്കും. അതിൻ്റെ കാരണം എന്തെന്നറിയാമോ? അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവനൊരു ബോധ്യമുണ്ട്, അവനൊരു ഉറപ്പുണ്ട്, ഒരു ശപഥം അവനെടുത്തിട്ടുണ്ട്. ഒരു അമേരിക്കൻ കമ്പനിയും ചൈനയ്ക്ക് ഗുണമുള്ള ഒരു കാര്യവും ചെയ്യില്ല എന്നൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി നല്ലതാവട്ടെ മോശമാവട്ടെ ഒരു അമേരിക്കൻ റിപ്പോർട്ടും ഒരു ചൈനക്കാരനും വിശ്വസിക്കത്തില്ല. എന്നാൽ ഇന്ത്യയിലോ? സായിപ്പാണ് പറഞ്ഞത് അല്ലെങ്കിൽ അമേരിക്കയാണ് പറഞ്ഞത് എന്ന കാരണം കൊണ്ട് വരെ നമുക്കാണ് ദോഷമുണ്ടാകുന്നത്. നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഒരുപക്ഷെ കൂപ്പുകുത്താൻ പോകുന്നത്. ഓഹരി വിപണിക്ക് നഷ്ടം വന്നാൽ രാജ്യത്തിന് പൊതുവായിട്ടുണ്ടാകുന്ന നഷ്ടമാണ് എന്നറിയാമായിട്ടും അവൻ്റെ റിപ്പോർട്ടർ ഇവിടെ പേപ്പറിൽ സ്ഥലം കൊടുക്കും. ദൃശ്യമാധ്യമത്തിൽ മണിക്കൂറുകളെടുത്ത് ചർച്ച ചെയ്യും. എന്നിട്ട് ഭരിക്കുന്നവരെ കുറ്റം പറയും. പരമാവധി നോക്കും തകർക്കാൻ. അതും പോരാതെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹം ലൈവിൽ വന്നിട്ട് ജനങ്ങളോടായിട്ട് പറയും, നിങ്ങൾ ആരും ഓഹരി വിപണിയിൽ നിക്ഷേപിക്കരുതെന്ന് പറയും. അതേസമയം ആ കിഴങ്ങന്, അങ്ങനെ തന്നെ വിളിക്കണം, ആ കിഴങ്ങൻ അവിടെ വേറെ നിക്ഷേപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 40 കോടി രൂപയാണ് അങ്ങനെ ഉണ്ടാക്കിയെടുത്തത് എന്നാണ് പറയുന്നത്. മാധ്യമ വാർത്തയാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഊഹമല്ല. അപ്പോൾ ഒരേ സമയം തന്നെ ഓഹരിയിൽ നിക്ഷേപിച്ച് കോടികൾ കൊയ്യുകയും ചെയ്യും. അതേ നാവ് കൊണ്ട് തന്നെ ജനങ്ങളോട് പറയും ഓഹരിയിൽ നിക്ഷേപിക്കരുത്, ഓഹരി തട്ടിപ്പാണ്, പൊളിഞ്ഞു പോകും എന്ന് പറയുമ്പോൾ ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനമാണെന്നും ഇതാണ് മാധ്യമ പ്രവർത്തനമാണെന്നും നമ്മൾ വിശ്വസിക്കണം, അല്ലേ? ഇത് രാഷ്ട്രീയ പ്രവർത്തനമല്ല, ഇത് മാധ്യമ പ്രവർത്തനമല്ല, ഇത് നല്ല പച്ചയായിട്ടുള്ള പിതൃശൂന്യ പ്രവർത്തികളാണ്. മലയാളത്തിൽ നാട്ടുഭാഷ വേറെയാണ്, ഞാനത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിക്കാണല്ലോ. അതാണ് രാഹുൽ ഗാന്ധിയും മനോരമയും കൈരളിയും അതേപോലെ തന്നെ മീഡിയ വണ്ണിലെയുള്ള മാപ്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. മാധ്യമപ്രവർത്തനം, സത്യസന്ധമായിട്ടുള്ള മാധ്യമപ്രവർത്തനം എന്നൊരു സംഗതി ഇന്ന് കേരളത്തിലില്ല. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ചെയ്യുന്നുള്ളായിരിക്കും. ഇന്ന് ഓരോ മാധ്യമപ്രവർത്തനം ചെയ്യുന്നത് അവന് ശമ്പളം തരുന്നവന് ആവശ്യമുള്ള കാര്യങ്ങളാണ് അവൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം മനോരമയെ സംബന്ധിച്ചിടത്തോളം മാമാപ്പിളയുടെ കുടുംബത്തിന് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യും, അല്ലാതെ അവർ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളതൊന്നും ചെയ്യത്തില്ല. ഇനി കൈരളി ആണെങ്കിലും ശരി, അവരുടെ പാർട്ടിക്ക് എന്താണ് നേട്ടം എന്ന കാര്യത്തിൽ, അത് രാജ്യത്തിന് കോട്ടമാണെങ്കിൽ അത് അവർക്ക് വിഷയമല്ല. അവരുടെ പാർട്ടിക്ക് എന്ത് നേട്ടം കിട്ടും, 2 വോട്ട് എങ്ങനെ കൂടുതൽ കിട്ടാം, അത് മാത്രമാണ് നോക്കുന്നത്. അത് മീഡിയ വണ്ണിലാണ്. ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞാലും ഈ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് മാധ്യമ പ്രവർത്തനം നടത്തുന്നത്. അല്ലാതെ
മുൻകാലങ്ങളിലുള്ള പോലെ സത്യസന്ധമായിട്ട് വാർത്ത കൊടുക്കുന്നൊന്നുമില്ല. പ്രത്യേകിച്ചും നരേന്ദ്രമോദിയും ബി ജെ പിയാണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ നരേന്ദ്രമോദിനെയും ബി ജെ പിനെയും എതിർക്കുകയാണ് എന്ന് വരുത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് രാജ്യവിരുദ്ധതയാണ്. അവരെ എതിർക്കണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് എതിർക്കുക, രാഷ്ട്രീയമായിട്ട് എതിർക്കുക. അത് ചെയ്യാതെ രാജ്യത്തിന് ഗുണമുണ്ടാകുന്ന കാര്യത്തിനെ പോലും അവർ മറ്റൊരു രീതിയിൽ വക്രീകരിച്ചാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തുറന്ന് ഈ രാഷ്ട്രീയമൊക്കെ വിട്ടിട്ട് ആളുകൾ ശരിക്കും തുറന്ന മനസ്സോടെ ചിന്തിക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ച് യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനമാണോ അതോ പിമ്പിങ് ആണോ എന്ന് ശരിക്കും മാമാപ്പണിയാണ് ഇവർ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഹിൻഡൻബർഗ് ആരാണ്? മനോരമയുടെ ആരെങ്കിലും ആണോ ഹിൻഡൻബർഗ്? അല്ലെങ്കിൽ കൈരളിയുടെ ആരെങ്കിലും ആണോ? അല്ലെങ്കിൽ മാതൃഭൂമിയുടെ ഈ മീഡിയ വണ്ടിയൊക്കെ ആരെ കുഞ്ഞമ്മയുടെ മക്കളും എല്ലാം ആണ്. ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞ ഏതോ ഒരു സ്ഥാപനം ഇറക്കി വരുന്ന ഒരു റിപ്പോർട്ട് ഇവിടെ ഫ്രണ്ട് പേജിലിട്ട് കൊടുക്കാനും അതിൻ്റെ പേര് കൗണ്ടർ പോയിൻ്റ് നടത്താനും അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യാനുമൊക്കെ എന്ത് അത്യാവശ്യമാണുള്ളത്? നമ്മുടെ ഇവിടെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സ്ഥാപനങ്ങൾ നടത്തുന്നത് അമേരിക്കയിൽ ചർച്ച ചെയ്യാറുണ്ട്. ഇനി എല്ലാം പോട്ടെ. രാഹുൽ ഗാന്ധിക്കോ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിനും ഏതെങ്കിലും ഒരു സ്വകാര്യ ഏജൻസി ഏൽപ്പിക്കുക, എന്നിട്ട് അവരോട് പറയുക ഈ നമ്മുടെ ഓഹരി വിപണിയിൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്, നിങ്ങൾ സ്വകാര്യമായിട്ട് അന്വേഷിക്കുക, അതിൻ്റെ റിപ്പോർട്ട് തരിക. എന്നിട്ട് അവർ ആ സ്ഥാപനത്തിൻ്റെ ഒരു പേര് കിട്ടുന്നേ. അതിനുശേഷം അവർ ജനങ്ങളുടെ മുന്നിൽ എന്താ പറയും, ഞങ്ങളിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസതയില്ല. രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ളവർക്കും വിശ്വാസമില്ല. അതുകൊണ്ടാണ് അവർക്ക് ഒരു വിദേശ ഏജൻസിയെ ആശ്രയിക്കേണ്ടി വരുന്നത്. അവിടെയാണ് പോയിന്റ്. ഇപ്പോഴും ഇന്ത്യക്കാരായിട്ടുള്ള ചിലർക്ക് മിഥ്യാധാരണയുണ്ട്. സായിപ്പ് പറഞ്ഞാൽ സത്യമായിരിക്കും. സായിപ്പ് കണ്ടുപിടിച്ചാൽ അത് വലിയ കണ്ടുപിടുത്തമാണ്, ഇന്ത്യക്കാരൻ കണ്ടുപിടിച്ചാൽ അത് ചെറിയ കണ്ടുപിടുത്തമാണ്. ഇങ്ങനെ ഒരു മെൻറ്റാലിറ്റി ആയിട്ട് നല്ലൊരു ശതമാനം ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കണ്ട സായിപ്പിനൊക്കെ ഇപ്പോഴും നമ്മളെ പറ്റിക്കാൻ പറ്റുന്നത്. ഈ സത്യം ജനങ്ങൾ എന്ന് തിരിച്ചറിയുന്നു അന്നേ ഈ മനോരമ പോലെയുള്ള, കൈരളി പോലുള്ള, മാതൃഭൂമി പോലുള്ള, റിപ്പോർട്ടർ പോലുള്ള, 24 പോലുള്ള ഇവരെല്ലാം അടച്ച് പറയേണ്ടി വരും. അവരുടെയൊക്കെ ഈ പിതൃശൂന്യ മാധ്യമപ്രവർത്തനം അവസാനിക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് തുടർന്നുകൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ ഒന്നുകൂടെ പറയാം, ഏത് സിനിമ ഏത് അവാർഡിന് വേണ്ടിയിട്ടൊക്കെ വിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നറിയാത്തവരൊന്നുമല്ല ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ. അവർക്ക് കൃത്യമായിട്ട് അറിയാം ദേശീയ ചലച്ചിത്ര അവാർഡിന് മത്സര ഇനത്തിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളും പങ്കെടുക്കുന്ന നടന്മാരെയൊക്കെ അവർക്കറിയാം. അവരുടെ ടേബിളിൽ ഈ മുഴുവൻ ലിസ്റ്റും ഉണ്ട്. അതറിയാമായിട്ടും ഒരു വിവാദം വരുമ്പോൾ മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിയുടെ ഫാൻസ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് തെരുവ് വിളിക്കുമ്പോൾ അവർക്ക് ആദ്യം തന്നെ പറയാമല്ലോ മമ്മൂട്ടിയുടെ സിനിമ മത്സരിക്കാൻ പോയിട്ടില്ല, മത്സരിക്കാൻ പോകാത്തൊരു സിനിമയ്ക്ക് എങ്ങനെയാണ് അവാർഡ് കിട്ടുന്നതെന്ന് ആദ്യം തന്നെ അവർക്ക് വാർത്ത കൊടുക്കാം. പക്ഷേ അവർ കാത്തിരിക്കും. പരമാവധി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞ് വർഗീയത പറഞ്ഞ് നാശകോടാലിയാക്കിയതിന് ശേഷം അവർ അവസാനം പറയും മമ്മൂട്ടിയുടെ സിനിമ അവാർഡിന് പോയിട്ടില്ല എന്ന് പറയും. ഇത് അവർക്ക് ആദ്യമേ പറയാനായിട്ട് അവർക്കറിയാം. അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവർക്കറിയാം ഏതൊക്കെ സിനിമ മത്സരിക്കാൻ പോയിട്ടുണ്ടെന്ന്. പക്ഷെ ആ വിവരങ്ങളും തൊട്ട് മുന്നിൽ നിവർത്തി വെച്ചിട്ട് പോലും അവർ ആ സത്യം വിളിച്ച് പറയില്ല. അപ്പോൾ ഇത്തരക്കാർ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കുക. സമൂഹം അടിച്ച് തല്ലി പിരിഞ്ഞ് രക്തവും ശവവും വീഴണം, എന്നാൽ മാത്രമേ അവർക്ക് നേട്ടമുണ്ടാവുള്ളൂ. ഈ കഴിഞ്ഞ 2 ദുരന്തങ്ങൾ കൊണ്ട് 2 ചാനലുകളാണ് കയറി മുന്നിൽ വന്നത്. സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് 1-ാം സ്ഥാനത്ത് നിന്നൊരു ചാനലിനെ വെട്ടി മറ്റൊരു ചാനലിൻ്റെ മുന്നിൽ വരാനുള്ള കാരണം തന്നെ 2 ദുരന്തങ്ങളാണ്. ആ ദുരന്തങ്ങൾ അവർ കവർ ചെയ്തതിൻ്റെയാണ്. അപ്പോൾ ദുരന്തങ്ങൾ കാത്തിരിക്കുന്ന മാധ്യമങ്ങളും ദുരന്തങ്ങൾ കാത്തിരിക്കുന്ന ഒരു സർക്കാരുമാണ് ഇവിടെ ഉള്ളത്. ഈ 2 കാര്യങ്ങളും ഉള്ള സ്ഥലത്ത് നിന്നാണ് ഞാനും നിങ്ങളുമൊക്കെ പറയേണ്ട അവസ്ഥ നമ്മൾ പ്രബുദ്ധരാണെന്ന്. അതെ, നമ്മൾ ഭയങ്കര പ്രബുദ്ധരാണ്.